എല്ലാവർക്കും നമസ്കാരം. ദ ഗോസ്പൽ ഓഫ് മനോജ് എന്ന പുസ്തകം ഞാൻ വളരെ മുൻപേ വായിച്ച് മനസ്സിൽ അതിരുത്തിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ഓരോരോ പേജായിട്ട് എടുത്ത് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും അന്ന് ഞാനത് കുറിച്ചു. കാര്യം ഒരു മതാതീതനായി ഒരു മതത്തിൽ കൂടെ പോകുമ്പോൾ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ എല്ലാം അങ്ങ് എടുക്കുകയല്ല. അതിനൊരു ഫിൽറ്റർ, ഒരു അരിപ്പ് വെച്ചിട്ട് അതിൽ തടയുന്നതും അതിൻ്റെ പുറമെ ഒഴുകുന്നതും ഒക്കെ ഒരു അരിപ്പിലൂടെ നോക്കുമ്പോഴേക്കും എന്താണ് അതിൻ്റെ ഉൾക്കാഴ്ച എന്നുള്ള കാര്യം, ഏതൊരു കാര്യത്തിൻ്റെയും അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള വഴി കണ്ടെത്താനായിട്ടുള്ളൊരു മാർഗം അത് മനസ്സിൽ, ഈ ചുരുക്കി പറഞ്ഞാൽ മനസ്സിൽ സത്യമുള്ള ഒരാളിന് മാത്രമേ സത്യം ഉള്ള ആൾ അല്ലെങ്കിൽ ദൈവാധീനമുള്ള ഒരാൾ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡെൻസിറ്റി നോക്കാൻ പറ്റും. സത്യത്തിൻ്റെ ഡെൻസിറ്റി, അല്ലെങ്കിൽ ഒരു പുസ്തകം ഹോളി ഖുർആൻ എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഡെൻസിറ്റി നോക്കി പഠിക്കാനും അതിൽ എത്ര ഡെൻസിറ്റി, അതിൽ എന്തെങ്കിലും പാകപ്പഴയുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ള കാര്യത്തെ ഉൾച്ചൊഴിഞ്ഞ് നോക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ സത്യസന്ധം അല്ലെങ്കിൽ സത്യം അല്ലെങ്കിൽ ദൈവാധീനം ഉണ്ടായിരിക്കണം. അങ്ങനെ ദൈവാധീനമുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മനോജ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. കാര്യം അദ്ദേഹത്തിൻ്റെ ചിന്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ദൈവികമായ കാര്യങ്ങളിലോട്ട് പോയിട്ട് മതസ്ഥനായിട്ട് പോയിട്ട് മതാതീതനായി താനൊരു മതത്തിൻ്റെയും വക്താവല്ല. എന്നിട്ടും തനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറ്റവും കുറവും എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് ഗ്രഹിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എതിർക്കാനൊക്കെ ഉള്ളൂ. ഈ ഭക്തിയിൽ കൂടെ, ഭക്തിയുടെ ഒരു പടി കൂടെ മുന്നിലാണ് ധ്യാനം എന്ന് പറയുന്നത്. ദൈവത്തിലോട്ട് നമ്മുടെ മനസ്സും ശരീരവും ദൈവത്തിലോട്ട് അർപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദൂരം നമ്മളെ ചിന്തകളെ പായിപ്പിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാകുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നതെന്ന് വെച്ചാൽ, ധ്യാനമാർഗത്തിൽ കുറേ അധികം വർഷം 10-40 വർഷം പോയപ്പോഴേക്കും എന്താണ് സത്യം, എവിടെയാണ് സത്യം ഇരിക്കുന്നത്, സത്യത്തിൻ്റെ നിറം എന്താണ്, സത്യത്തിൻ്റെ ആകൃതി എന്താണ്, അതിൻ്റെ രൂപങ്ങളെല്ലാം വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ കണ്ടിടത്തോളം ഡോക്ടർ മനോജ് ജി ദൈവാധീനമുള്ള ഒരാളാണ്. ദൈവാധീനം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാത്തിനെയും ഒപ്പോസ് ചെയ്ത് എന്നും തളരില്ല. അതിനെ ഒപ്പോസ് ചെയ്ത് വെക്കാനും അതിനെ ഫിൽട്ടറൈസ് ചെയ്തിട്ടുള്ള സത്യം എന്താണ്, ദോഷം എന്താണെന്നുള്ള കാര്യം നമുക്ക് അദ്ദേഹം വെളിവാക്കി തരുന്നത് എന്നുള്ളതാണ് എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ മനസ്സിൽ നിന്നും എനിക്ക് പറയാൻ കഴിയുന്നത്. നന്ദി, നമസ്കാരം. എന്ന ഡോക്ടർ മനോജിൻ്റെ ഈ പുസ്തകം ഈ വായിക്കുന്ന ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ചില വേറിട്ട ചിന്തകൾ ഉടലെടുക്കാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇവിടെ കണ്ട ഡിസ്കഷനിൽ തന്നെ പല ആളുകളും ചോദിച്ച ചില കാര്യങ്ങൾക്ക് വളരെ കൃത്യമായതും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആ വാചകങ്ങൾക്കുള്ള അല്ലെങ്കിൽ ആ സംഭവങ്ങൾക്കുള്ള പ്രസക്തി എന്താണെന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ, വളരെ ലളിതമായ ഭാഷയിൽ റവറൻഡ് മനോജ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടാൽ മാത്രമേ സാധാരണക്കാരന് വിശുദ്ധ ബൈബിളിലേക്ക് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പുസ്തകത്തിലൂടെ വളരെ കൃത്യതയോടുകൂടിയ ചില കാര്യങ്ങൾ 8 അധ്യായങ്ങളിലായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് ദൈവസങ്കല്പം അല്ലെങ്കിൽ പുരാതന ദൈവസങ്കല്പം, അതിൻ്റെ ഒരു തുടക്കം, മോശ എഴുതിയ ഇതിഹാസ കഥ, മോശയുടെ അനുഭവ കഥ തുടങ്ങി അവസാനം പരിവർത്തനത്തിൻ്റെ എഴുതാപ്പുറങ്ങൾ വരെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വളരെ ലളിതമായി ഒരു 150-152 പേജിലായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഈ 152 പേജ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പുസ്തകത്തിലൂടെയല്ല നമ്മൾ ഇതിൻ്റെ പൂർണ്ണമായ വ്യാഖ്യാനത്തെ മനസ്സിലാക്കുക. ഇത് നമുക്കെന്താണ്, ആഖ്യാനത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു കൈചൂണ്ടി മാത്രമാണ്. പുരാതന ഇതിൻ്റെ നമുക്ക് ഏത് കാര്യത്തിനും ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്ത് കാര്യത്തിനും, ഏത് ഓർഗനൈസേഷനാണെങ്കിലും ഏത് മതവിഭാഗങ്ങൾക്കാണെങ്കിലും അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു എവല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ദൈവസങ്കല്പം ഉണ്ടായതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെ അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. പേജ് നമ്പർ 14 ഈ പൂജാരിമാർ എങ്ങനെയാണ്
നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ പൂജാരി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലോട്ട് പഴയ കാലഘട്ടത്തിൽ അല്ലെ വേദകാലഘട്ടത്തിലോ അതിന് മുമ്പോ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെന്തുമാത്രമാണ് ശരി എന്ന് നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. ദൈവത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായതുകൊണ്ടാണ് പൂജാരിമാർക്ക് സമൂഹത്തിൽ നിലനിൽപ്പുള്ളത്. ഇപ്പം ദൈവസങ്കല്പം ഉണ്ടാകുന്നെങ്കിലും നമുക്കറിയാം. നമ്മുടെ ആദ്യകാല ഈ ഗോത്രവർഗത്തിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ പിന്നെ ജൈനമതമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബുദ്ധമതം ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണ് ഈ ആരാധനയുടെ ഭാഗമായിട്ട് മൃഗബലി, അതുപോലെ മൃഗബലിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോൾ അന്ന് പൂജാരിമാർക്ക് നല്ല കോളായിരുന്നു. മൃഗത്തിനെ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ വലിയൊരു വഴിപാടായി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മൃഗം ആർക്കുള്ളതാണ്? പൂജാരിക്കുള്ളതാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും അതിനകത്തു നിന്നുള്ളൊരു മോചനം എന്നുള്ള നിലയിലാണ് സാധാരണക്കാരന് വളരെ നഷ്ടം ഉണ്ടാകുന്നത്. കാര്യം അവൻ്റെ വീട്ടിലൊരു പശു ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ജീവിയുണ്ട്. ആ ജീവിയെ മൃഗബലി നടത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കുടുംബം പട്ടിണിയാകുന്ന സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ പൂജാരി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വളർന്നു വന്നത്, പൂജാരി എങ്ങനെയാണ് പൈസക്കാരനാകുന്നത്, ആ പൂജാരി എങ്ങനെയാണ് സമൂഹത്തിന് മുമ്പിൽ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഈ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ പണം വേണം. പണം എങ്ങനെയാണ് പൂജാരിക്കുണ്ടാകുന്നത്? അയാൾ വിയർത്ത് ജോലി ചെയ്യുന്നില്ല, കഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇന്നത്തെ പൂജാരിമാരെവിടെയാണ്? AC മുറിക്കകത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു കാലഘട്ടമായിരുന്നു അന്ന് എന്ന് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പൂജാരിമാരുടെ കുടുംബത്തിൽ നിത്യോപയോഗത്തിന് കുറവുള്ളത്? അതൊക്കെ ദൈവത്തിന് നേർച്ചയായും വഴിപാടായും കൊണ്ടുവരാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. ആ കുറവുള്ള സാധനങ്ങളെല്ലാം അവർക്ക് പൂജാദ്രവ്യങ്ങളായിട്ട് കിട്ടുമ്പോൾ അവരുടെ വീട്, പൂജാരി എന്ന് പറയുന്ന വർഗത്തിൻ്റെ വീട് പിന്നെ നല്ല സമൃദ്ധിയിൽ വളരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മെസപ്പൊട്ടോമിയൻ, സുമേറിയൻ മതം തുടങ്ങിയ ആ പുരാതന മതങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അദ്ദേഹം ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. ഹിന്ദുമതവും ആചാരങ്ങളും പിന്നെ ഈ സുമേറിയൻ കാലഘട്ടത്തിന് ശേഷമാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ആ ആചാരങ്ങളുടെ മുൾപ്പടർപ്പിൽ തുടങ്ങിയ അതിൻ്റെ രൂപമാണ് കാലഘട്ടത്തിൻ്റെ മറ്റൊരു ദൈവസങ്കല്പത്തിൻ്റെ പ്രതിമ റാം ഇൻ ദ ടിക്കറ്റ്. വ്യാവസായിക മേഖലയിലെ അനുഗ്രഹങ്ങൾ തരുന്ന ഒന്നായി ഈ ദൈവത്തെ കണ്ടിരുന്നുവെന്ന് പറയപ്പെടുമ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു ജീവിത പശ്ചാത്തലം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അപ്പോൾ ഈ ആചാരങ്ങൾ കൂടുതൽ പുഷ്ടിപ്പെടണമെങ്കിൽ ഉത്സവങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഉത്സവം എവിടെ പോയി നിൽക്കുന്നു നമുക്കറിയാം. നമുക്ക് ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞുകൊണ്ട് 2 കരിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് ആന എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗവും. ഇന്ന് ഏത് വലിയ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോഴും കരിമരുന്ന് പ്രയോഗത്തിൻ്റെ പേരിൽ ഒരു വർഷം രക്ഷപ്പെട്ടു പോയാൽ അടുത്ത വർഷം നമുക്കതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആദിമരൂപം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. വിതയുടെയും കൊയ്ത്തിൻ്റെയും ഉത്സവങ്ങളായാലും ഫെസ്റ്റിവലായിട്ട് നമ്മൾ കണ്ടിരുന്നത്. വിത സമയത്തും കൊയ്ത്തിൻ്റെ സമയത്തും വിത്തും കൊയ്ത്ത് ഫലങ്ങളും ദൈവത്തിൻ്റെ പ്രതിമയുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നു. ഈ കാഴ്ചവെക്കുന്ന ആർക്കാണ്? ദൈവം എന്ന് പറയുന്ന സങ്കല്പം ഒരു പാറയാകാം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും ആകാം. അവിടെ കാഴ്ചവെച്ചതിന് ശേഷം കാഴ്ചദ്രവ്യങ്ങൾ പൂജാരിക്ക് ലഭ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പൂജാരിമാർ പൂജകളും കർമ്മങ്ങളും ചെയ്ത് ദൈവം ഇന്ന് വ്യക്തിയെ നേതാവായി കരുതുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ ആ വ്യക്തിക്ക് വലിയ സ്ഥാനമുണ്ടാകുന്നു. പിന്നീട് അവരെ വിഘടിക്കുന്നു. അങ്ങനെ പുതിയ പൂജാരിമാരും പുതിയ വർഗ്ഗങ്ങളും ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനസംഖ്യ പെരുകുമ്പോഴാണ് കൂടുതൽ പൂജാരിമാരെ ആവശ്യമായിട്ട് വരിക. അപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ആറ്റുകാലിലെ ക്ഷേത്ര ഉത്സവമൊക്കെ നടക്കുമ്പോൾ പരികർമ്മികളായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. അവർക്ക് എന്തുമാത്രം പൂജ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നൊന്നും അറിയില്ല. പല സ്ഥലങ്ങളിലേക്കും ആളുകൾ അവരെ ബൈക്കിനകത്തൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഈ അവസാനത്തെ വെള്ളം തളിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അവർക്ക് ഇത് വലിയ താല്പര്യം പോകാൻ. അവിടുന്ന് കിട്ടുന്ന നേർച്ച കാഴ്ചകളാണ്.
ഈ പിന്നെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന പിന്നെ അമ്മമാർ നൽകുന്ന സംഭാവന അതിന് കണക്കില്ല. അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് അവർ വളരെ താല്പര്യത്തോടു കൂടി, അതായത് അവരിലെ ആത്മീയമായ താല്പര്യം മാത്രമല്ല ഇതിനെ നയിക്കുന്നത് എന്നുള്ള കാര്യം ഈ പുസ്തകത്തിൻ്റെ പല ഭാഗത്തിലൂടെയും കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പ്രായോഗിക ജീവിതവുമായി ഇന്ന് കാണുന്ന ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ കാര്യത്തെയും കൃത്യതയോടെയുള്ള ഒരു വ്യാഖ്യാനം നൽകാൻ ഡോക്ടർ മനോജിന് ഈ പുസ്തകത്തിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹാളിലിരുന്ന് സംസാരിക്കുമ്പോൾ 5, 6 അല്ലെങ്കിൽ 10, 15 പേരായിരിക്കും അത് കേൾക്കുക. പക്ഷേ ഈ പുസ്തകം എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ കാലങ്ങളോളം പിന്നെ തൻ്റെ വ്യാഖ്യാന ശൈലി അത് നിലനിൽക്കുന്നു എന്നുള്ളത് ഇതൊരു ഡോക്യുമെൻ്റാണ്. ഇതെന്താണ്, ഡോക്ടർ മനോജ് ഈ കാലഘട്ടത്തിൽ നിന്ന് പോകും എന്നല്ലെങ്കിൽ നാളെ. ഇതിപ്പോൾ സംസാരിക്കുന്ന നമ്മളെല്ലാവരും ഈ ഇവിടെ നിന്ന് പിന്നെ പലായനം ചെയ്യപ്പെടും. അപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വ്യാഖ്യാനങ്ങൾ ഈ ഡോക്യുമെൻറ്റിൽ ഈ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ അതുപോലെ നിലനിൽക്കും. അതെന്താണ്, അതിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന പുതിയ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഈ വേദപുസ്തകത്തിൻ്റെ കൃത്യമായൊരു വ്യാഖ്യാനം മനസ്സിലാക്കുക എന്നുള്ളത്. ഇവിടെ മദർ തെരേസയുടെ കാര്യവും അതിൽ ലാസറിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇവർ ഭൗതിക ജീവിതത്തിൻ്റെ പ്രതീകങ്ങളായി പിന്നെ ആത്മീയ ജീവിതം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിൻ്റെ കൃത്യമായൊരു വ്യാഖ്യാനം ആണ് അദ്ദേഹം അതിന് വളരെ കൃത്യമായി ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് എത്രമാത്രം ശരിയാണ്, എങ്ങനെയാണ് ഞാനതിനെ നോക്കിക്കാണുന്ന ഒരു വീക്ഷണമുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമ്മുടേതായ തലത്തിൽ നമുക്ക് ഇതുപോലെ വ്യാഖ്യാനം നൽകാം. അപ്പോൾ ഡോക്ടർ മനോജ് വ്യാഖ്യാനം ചെയ്തതുപോലെ ഈ വിഷയത്തെ നമുക്ക് നമ്മുടേതായ രീതിയിൽ വ്യാഖ്യാനം ചെയ്യാം. ഇത് എന്താണ്, ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല. പറയുന്നൊരാശയം മദർ തെരേസ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിച്ചത്, ദൈവത്തിൻ്റെ ഒരു ഉപകരണമായിരുന്നു. അപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളിലും ഞാൻ എന്ത് മനസ്സിലാക്കുന്നു, ഞാൻ നേരിട്ട് കാണുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ കാലഘട്ടത്തിൽ പിന്നെ മദർ തെരേസ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമോ, നിസ്വാർത്ഥമായി പുതിയ ചോദ്യങ്ങളിലേക്ക് അത് വഴി തുറക്കുകയാണ്. അങ്ങനെ വഴി തുറക്കാൻ, പുതിയ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഈ പുസ്തകത്തിന് കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു കാലഘട്ടത്തിൻ്റെ പ്രതീകമായി ഈ പുസ്തകം മാറും, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തണം. ഈ ദർശനവും കാഴ്ചപ്പാടും ഒക്കെ എത്തുമ്പോൾ അവരവരുടെ രീതിയിൽ ആത്മീയമായ പുതിയ എഴുത്തുകളുണ്ടാകും, പുതിയ വ്യാഖ്യാനങ്ങളുണ്ടാകും, പുതിയ ചിന്തകൾ ഉടലെടുക്കും. ആ ചിന്തകളിലൂടെ ഒരു പുതിയ സമൂഹ സൃഷ്ടി, നമ്മൾ ഓരോരുത്തരും പരിവർത്തനത്തിൻ്റേതായ ഒരു സൃഷ്ടി നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് മൊത്തത്തിലായിട്ട് ഒന്ന് പറയാനുള്ളത്. കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പുസ്തകം എഴുതിയ നമുക്ക് സമ്മാനിച്ച ഡോക്ടർ മനോജിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഇത് ദ ഗോസ്പൽ ഓഫ് മനോജ്. ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് സത്യദൈവ പുസ്തകം. സാധാരണ നമ്മൾ ബൈബിളിലെല്ലാം സത്യവേദ പുസ്തകമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സത്യദൈവ പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് അത് സത്യം എപ്പോഴും ഓപ്പൺ ചെയ്യാനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു ധൈര്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു പുസ്തകം എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം യേശുവിൻ്റെ ജനനത്തിനെ കുറിച്ച് തന്നെ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ യേശുവിൻ്റെ ജനനം ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്നും മറിയ ഗർഭം ധരിച്ചു, പ്രസവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അതൊരു നമ്മളുടെ കാലത്തൊക്കെ നമ്മളത് വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ പുസ്തകം എഴുതിയ ആ വ്യക്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. അപ്പം ആ ഒരു ജനനവും അത് വെച്ചിട്ട് ഈ 8 അധ്യായമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ 8 അധ്യായത്തിലും ഉള്ള ഓരോ കാര്യങ്ങൾ അത്ര ക്ലാരിറ്റി ആയിട്ട് ദൈവം എന്താണ്, ദൈവത്തിന് നമ്മൾ എങ്ങനെയാണ് ഒരു ഇത് കൊടുത്തുന്ന ഒരു എന്നുവെച്ചാൽ ഒരു വാല്യൂ. ഇപ്പോൾ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഈ സാറ് പറഞ്ഞു, കൃഷി ഇറക്കുന്ന സമയത്ത് അപ്പം അതിൽ ഒരു ഭാഗം മാറ്റി വയ്ക്കുന്നു.
അപ്പം അത് ദൈവത്തിന് എന്നും പറഞ്ഞ് നമ്മളൊരാളിനെ അവിടെ സങ്കല്പിച്ച് മാറ്റുന്നതാണ്. നമ്മൾ ഒരു ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം ദൈവത്തിനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളിനെ നമ്മളവിടെ സങ്കല്പിക്കുക. പക്ഷേ ഇപ്പം ഞാൻ ഇത് ബൈബിളുമായിട്ട് ലിങ്ക് ചെയ്തതുകൊണ്ടാണ് ഞാൻ ബൈബിളിൻ്റെ കാര്യം പറയുന്നത്, അല്ലാതെ ഒരു ക്രിട്ടിസൈസ് എന്ന നിലയ്ക്കല്ല. അപ്പം യേശുവിൻ്റെ ജനനവും പിന്നെ ഇതിൽ ഉണ്ട് പിന്നെ ദൈവപുത്രൻ്റെ ആറാട്ട്. അപ്പം അത് എല്ലാം വെച്ചിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കിയതോ അല്ലാതെയുള്ള ഒരു ഇതുമല്ല, അതിനപ്പുറം എന്തോ വലുതായിട്ട് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പുറത്ത് പറയാനും എഴുതാനുമുള്ള ഒരു എന്നുവെച്ചാൽ ഒരു ഗട്ട്സ് എന്തിനും വേണമല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താം. സത്യദൈവ പുസ്തകം. ഇത് എൻ്റെ ഗുരുവായ മനോജ് സാർ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷത്തെ പ്രയത്നമാണ് ഈ ബുക്ക്. ഇത് എനിക്കൊരു മതത്തെക്കുറിച്ചുള്ളൊരു ബുക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇത് മതവും അങ്ങനെ പറയുന്ന ഒരു പുസ്തകമല്ല. ഇന്നത്തെ തലമുറയ്ക്ക് ഞാൻ വായിച്ചിട്ട് ഏറ്റവും ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഈ പുസ്തകം നമ്മളിൽ എത്തിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് സത്യദൈവ പുസ്തകം പ്രയോജനം എന്ന് തോന്നുന്നത്. ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്താണ് ദൈവം, എങ്ങനെയാണ് ദൈവം ഉണ്ടായതെന്നും എന്താണ് നമ്മൾ ദൈവങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്നും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. നമുക്കിത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാവില്ല. ഈ പുസ്തകം വായിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മയ്ക്കോ അവർക്കോ ഒക്കെ വായിച്ചാൽ എത്രത്തോളം ഇത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. എൻ്റെ മക്കൾക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയണം. അത് കഴിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇതേ രീതിയിൽ എന്ന് വെച്ചാൽ മതമില്ലാത്ത രീതിയിൽ, ജാതിയോ മതമോ ഇല്ലാതെ ദൈവത്തെ എങ്ങനെ നമുക്ക് അറിയാമെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓരോ പുരാതന കഥകൾ എടുക്കുമ്പോൾ നമുക്ക് തോന്നും, ഇത്രയായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മളെ മതങ്ങളൊക്കെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നമ്മളൊരു പള്ളിയിൽ ചെന്നാലോ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോഴോ ഒരു മോസ്കിൽ ചെല്ലുമ്പോഴോ ഒക്കെ പഠിപ്പിക്കുന്നതല്ല. അതിനുപരി മതമൊന്നുമില്ലാത്ത ദൈവം എന്താണെന്ന്, അത് നമ്മുടെ ഉള്ളിലാണെന്നും അത് ഈശ്വരൻ എന്താണെന്നും അതിൽ കൂടെ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ബുക്കിൽ കൂടി വേറൊരു കാര്യം അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും അമ്പലത്തിലും പള്ളികളും എല്ലായിടത്തും പോണതാണ്. അവിടെ പോണതൊന്നും നമ്മൾ ദൈവത്തെ കാണാനൊന്നുമല്ല. നമ്മൾ ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെയാണ് ദൈവം ഉള്ളിലിരിക്കുന്നത്. അത് ഈ ബുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അതിന് അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. ഈ മനോജ് സാറിൻ്റെ ഈ സത്യദൈവ പുസ്തകമൊന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒരു മതത്തിലും നമുക്ക് ഇഷ്ടക്കേട് തോന്നത്തില്ല. അവരെ എല്ലാവരെയും നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്ന് എന്താണ് സത്യമായിട്ടുള്ള ഈശ്വരൻ എന്ന് നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. ഇനിയുള്ള തലമുറയെങ്കിലും ഒരു കാരണവശാലും മതത്തിൻ്റെ പേരിൽ അടി, വിദ്വേഷം, വെട്ട്, തല്ല് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാറിൻ്റെ ഇതും അതിൻ്റെ ഒരു ഇതാണ്. അല്ലാതെ സാർ ഇതിലും മതം പറയുന്നില്ല, വിദ്വേഷം പറയുന്നില്ല, ആരെയും മതങ്ങളെ പുച്ഛിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇതിൽ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, മതം വിട്ട് നിങ്ങൾ ഈശ്വരനെ തേടൂ. ഈശ്വരൻ ആരിലുണ്ട്? ഈശ്വരൻ നമ്മളിൽ തന്നെയാണ്. ആ ഈശ്വരനെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലാതെ നമ്മളൊരു മതമോ ഒരു ബൈബിളോ ഒരു ഖുറാനോ ഒരു ഭഗവത്ഗീതയോ അല്ല. ഇത് ദൈവത്തെ അന്വേഷിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്കും, പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ പുസ്തകം നമ്മുടെ മക്കളിലൂടെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഒരുവിധമെങ്കിലും നമ്മളെയും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഇനിയുള്ള തലമുറയ്ക്ക് മതഭ്രാന്ത് മാറി മനുഷ്യനിൽ ദൈവം എങ്ങനെ ദൈവികതയോടെ നമുക്ക് ജീവിക്കാമെന്നുള്ളതും കൂടെയാണ് ഈ പുസ്തകം നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പം ഇതൊരു കള്ള പുസ്തകമല്ല, ഇത് സത്യ ദൈവ പുസ്തകമാണ്. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക.
അല്ലാതെ ഒരു അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ കണ്ടെത്തുന്നതല്ല. നമ്മുടെ ഉള്ളിലെ ദൈവത്തെ നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഇതിലൊരുപാട് കാര്യങ്ങൾ സാർ പറയുന്നുണ്ട്. ഇതിലൊരുപാട് കാര്യം ഞാൻ പുസ്തകം വായിച്ചു തീർത്തു. പക്ഷെ നമ്മൾ ഇരുന്ന് ഓരോന്നും നമ്മൾ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് ഓരോ ഖണ്ഡികയായിട്ട് വായിച്ച് മനസ്സിലാക്കണം. വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇത് മനസ്സിലാവും. എന്താണ് അന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് എന്തൊക്കെയാണ്, നമ്മളെ മനുഷ്യൻ എത്രയായിട്ടാണ് വിഡ്ഢിവേഷങ്ങൾ അന്നത്തെ ആൾക്കാർ നമ്മളെ നമ്മളെ ചെയ്യിപ്പിച്ചു കൊണ്ടിരുന്നത്. എത്ര വിഡ്ഢിത്തരമായ കാര്യങ്ങളാണ്. നമ്മൾ അതിലൊക്കെ വിശ്വസിച്ച് നമ്മൾ അച്ഛനും അമ്മയും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വിശ്വസിച്ച് അയ്യോ പേന പൂജിച്ചാൽ നമുക്ക് പരീക്ഷ പാസ്സാവാം, അങ്ങനെയൊക്കെ കുറേ അന്ധവിശ്വാസങ്ങൾ. പട്ടും കോഴിയെടുത്ത ഒരമ്പലത്തിൽ ഇത് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കൃഷ്ണന് കോടക്കുഴൽ കൊടുത്താൽ കിട്ടും. ഇതൊന്നുമല്ല ഈശ്വരൻ എന്ന് പറയുന്ന ഈ പ്രപഞ്ചമായിട്ട് നിൽക്കുന്ന ശക്തിയെ നമുക്ക് ഇതൊന്നും വേണ്ട. നമ്മളെ ഉള്ളിൽ തന്നെ ഈശ്വരനെ ഇനിയെങ്കിലും ഈ ജനത ഉണരണം. നമ്മളെ മനുഷ്യ സമൂഹം, ഈ ലോക രാജ്യങ്ങൾ മൊത്തം, ഈ വേൾഡ് മൊത്തവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. മതം വേണ്ട. ഇതാണ് എനിക്കുള്ള ഏക ഒരു അഭിപ്രായം. അമ്മയെന്നുള്ള 2 മക്കളുടെ അമ്മയാണ് ഞാൻ, ഒരു വീട്ടമ്മയാണ് ഞാൻ, എല്ലാമാണ്. മതം നമ്മൾക്ക് വേണ്ട. ഈശ്വരനുണ്ട്. അത് ഈ പ്രകൃതിയായ ഈശ്വരൻ്റെ ഒരു അംശം നമ്മളിലുണ്ടെന്ന് മനോജ് സാറിൻ്റെ വഴി ഞാൻ തിരിച്ചറിഞ്ഞു. അത് എനിക്ക് മറ്റുള്ളവരിലും അത് വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് എല്ലാവരും അത് ഉൾക്കൊള്ളണമെന്നില്ല. ചിലർ നമ്മളെ അത് അക്സെപ്റ്റ് ചെയ്യൂല. പക്ഷേ ഈ പുസ്തകം വായിച്ചിട്ട് ഇതൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഇത് നമ്മൾ കൈക്കൂലി മേടിച്ച് ചെയ്യുന്നതോ അല്ല. നമ്മൾ അറിഞ്ഞു ഇവിടെ വന്നു എന്താണെന്നറിഞ്ഞ് ഒരു ക്ലാസ്സിനെങ്കിലും നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, പിന്നെ നമ്മളത് അറിയാനുള്ള ആഗ്രഹം. അതുകൊണ്ട് അവസാനം ബുക്ക് വായിച്ചു. ബുക്ക് വായിച്ചതിൽ നിന്ന് സാറിൻ്റെ കഠിന ശ്രമം എല്ലാം കൊണ്ടും ഉള്ളതാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഒട്ടേറെ നമുക്ക് നല്ല ഒരു മനസ്സിന് എല്ലാ രീതിയിലും പ്രയോജനപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയ സാറിന് എൻ്റെ പേരിൽ ഒരുപാട് ഞാൻ നന്ദി. എനിക്ക് വായിക്കാൻ പറ്റിയത് അതിലുപരി ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് പ്രപഞ്ചത്തിൽ ആ സ്പിരിറ്റ് തന്ന ഒരു അനുഗ്രഹമായിട്ടും സാറിനെ കണ്ടുമുട്ടാനും സാറിൻ്റെയോടൊപ്പം ഇങ്ങനെ സാറിൻ്റെ കൂട്ടായ്മയിൽ നിൽക്കാനും എൻ്റെ ജീവിത അവസാനം വരെയും കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. താങ്ക് യു.